എത്ര 50 ചേട്ടനടുത്ത് വീടിന്റെ ഫ്രണ്ടിൽ ഇറക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പണ്ടത്തെ ആരോഗ്യമൊന്നുമില്ല ദൈവമേ. ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്, അതെങ്ങ് വാ. എന്താണ് ചാക്കും പാണ്ടക്കെട്ടൊക്കെ ആയിട്ട്? ചാക്കിൽ നിറച്ച് മാങ്ങയാണ്. പഴുത്തതാ? പഴുത്തല്ല, വിളഞ്ഞത്. വരിക്ക മാങ്ങയുണ്ട്, പിന്നെ വെള്ളരി മാങ്ങയുണ്ട്. കുറെ ഉണ്ടായിരുന്നു ലച്ചു, ഞാൻ കുറച്ചെടുത്തോളൂ. എങ്ങനെ കയറ്റിക്കൊണ്ട് വന്നു ട്രെയിനില്? ട്രെയിനിലെ മാമനാണെങ്കിൽ വർക്കല വരെ കൊണ്ടാക്കി കാറില്. അവിടുന്ന് ട്രെയിനിൽ കയറി ഇങ്ങോട്ട് ഹോട്ടലിൽ വന്നു. സമ്മതിക്കണം കേട്ടാ. അല്ല വെള്ളം തയ്ക്കണം, വെള്ളം കുടിക്കാൻ എന്നിട്ട് എടുക്കാം. എന്താ എവിടെ പോയില്ലേ? ഇല്ല, എവിടെ പോയില്ല. ഞാൻ ഇങ്ങനെ റൂമില്. ലച്ചുവിന്റെ കൂടെ പെട്ട് കഴിഞ്ഞാണ്ടല്ലോ നീരാളി പിടിച്ച പോലെ പിടിക്കും. പിന്നെ എവിടെയും പോവാൻ പറ്റില്ല. അമ്മ, അമ്മ കുറച്ച് വെള്ളം. എന്തിനാ ഇങ്ങനെ നടന്ന് വിളിച്ചു പോകുന്ന? പേടിച്ചു പോയല്ലോ. കുറച്ച് വെള്ളം. കനകം കുറച്ച് വെള്ളം ഇങ്ങെടുത്തോണേ. അമ്മ, അമ്മ ഞാൻ വന്ന അമ്മ അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല. അമ്മ കള്ളം പറയല്ലേ. കള്ളം പറഞ്ഞതല്ല, അറിഞ്ഞില്ല. ഓ, ഞാൻ ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചിട്ട് അമ്മ അറിഞ്ഞില്ലേ? അമ്മ അറിഞ്ഞു കാണും. എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു കാണും, ഓ അവള് വന്ന് എന്ന് അല്ലേ? ഗൗരി, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതേ എനിക്ക് മനസ്സിൽ കൊള്ളുന്നുണ്ട്. ഞാനേ എന്റെ കൊച്ചിനെയും വിളിച്ചോണ്ടങ്ങ് ചിറയൻകീഴ് വരും. എന്നിട്ട് നിന്റെ ബന്ധുക്കളോടെ 4 വർത്താനം ഞാനങ്ങ് പറയും. അല്ല മുമ്മ, ഏത് കൊച്ച്? ആരുടെ കൊച്ച്? എവിടത്തെ കൊച്ച്? എന്റെ ഈ കൊച്ച്. ഇതാ? അയ്യോ, കൊച്ചു നിക്കണം ഇപ്പോക്ക്. എന്റെ കൊച്ചു തന്നെയാ. ഗൗരി, നീ ഏതാவது സാപ്പിട്ടിയാ? ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കഴിച്ചായിരുന്നു. സിദ്ധേ, പുറത്തെ ഒരു ചാക്കിൽ നിറച്ച് മാങ്ങ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തോണ്ട് വരുമോ? മാങ്ങയോ? ചാക്ക് നിറച്ചോ? ഈ സീസണിലെ മാങ്ങ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ എടുത്തിട്ട് വരാം. ഗൗരി, അത് പച്ച മാങ്ങാവാ പഴുത്ത മാങ്ങാവാ? നല്ല വിളഞ്ഞ മാങ്ങ. അത് വെച്ച് ഊർഗ ചെയ്യ മുടിയുமா? ഊർഗന്ന് വെച്ച അച്ചാറല്ലേ? ஆமா. ഇടാൻ പറ്റും. அப்படின்னா நான் என்னோட ஸ்பெஷல் ஊர்கா செஞ்சு கொடுக்குறேன். ശർക്കരയിട്ട ഊർഗയായിരിക്കും. கௌரி, சும்மா கிண்டல் பண்ண கூடாது. நான் ஸ்பெஷலா ஊர்கா போட்டு கொடுப்பேன். ഓ ആയിക്കോട്ടെ. അതെ, എവിടെ വെച്ചെന്ന് പറഞ്ഞേ? പുറത്ത് ചേറിന്റെ അടുത്ത്. അവിടെ മാങ്ങയൊന്നുമില്ല. എടാ, തൂണിന്റെ താഴെ സൈഡില്. ഇല്ല, അവിടെ ഇല്ല, ഞാൻ നോക്കി. മാനത്തല്ല നോക്കാനുള്ള മാങ്ങ, തറയില് നോക്കണം. എന്റെ അമ്മായി ഞാൻ കൃത്യമായിട്ട് നോക്കിയത്, അവിടെ മാങ്ങയില്ല. ഒരു വെള്ളച്ചാക്കില് കൊറേ ഉണ്ടായിരുന്നു. അവിടെ ചാക്കേ ഇല്ല. ചാക്കില്ലേ? മാങ്ങ എവിടെ പോയി? ഞാൻ പോയി നോക്കട്ടെ. എവിടെയല്ലേ വെച്ച് ലച്ചു? നീ കണ്ടല്ലേ? ഞാൻ കണ്ട് മാങ്ങയോടെ. അതല്ലേ ഞാൻ ചോദിക്കണേ, എവിടെ? അമ്മായി സത്യം പറ, ശരിക്കും മാങ്ങ കൊണ്ടുവന്നായിരുന്നാ? എന്റെ പൊന്നു സിദ്ധു, മാങ്ങ കൊണ്ടുവന്ന് ചാക്കിലാണ് മാങ്ങ കൊണ്ടുവന്ന്. ലച്ചു കണ്ടില്ലേ? ഞാൻ കണ്ടതാ. എന്നിട്ട് മാങ്ങ എവിടെ? നോക്കട്ടെ. അങ്ങനെ അമ്മായി റോട്ടിലെ കാരം വെക്കാണോ? ഇല്ല, ഞാൻ ഇവിടെ കൊണ്ടുവച്ച മാങ്ങയല്ലേ. സിദ്ധു എന്ന് പറഞ്ഞു. അല്ല, റോട്ടിലെ കാരം വെക്കാണോന്ന് ചോദിച്ചാ. അതെ, മാങ്ങയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവത്തില്ല, ചുമ്മാ പറയായിരിക്കും. എടാ, കൊണ്ടെന്ന് ഞാൻ കണ്ടതാന്ന്. ഞങ്ങൾ ഇവിടെ ചാക്ക് വെച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? പിന്നെ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ് അകത്ത് കയറിയത്. ഉറപ്പായിട്ട് നീ കണ്ടോ? ഇല്ല, നിങ്ങളെ പറ്റിക്കാൻ പറഞ്ഞതാ. അങ്ങനെ പറ. ഒന്ന് പോയാ അമ്മൂമ്മേ.
പറന്നുപോയി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച സാധനമല്ലേ, എത്ര പെട്ടെന്ന് കാണാതായത്. அதேதான் கௌரி, நானும் யோசிச்சுட்டு இருக்கேன். எவ்வளவோ விலைபிடிப்பான பொருள் அங்க இருக்கு, அதெல்லாம் இன்னே வரைக்கும் காணாம போனதே இல்லைல்ல. വിലപിടിപ്പുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്തോ സ്വർണ്ണം വല്ലതും കൊണ്ട് മുറ്റത്ത് വെച്ചേക്കുന്നു? ஐயோ சொர்ணம் எல்லாம் இல்லம்மா, நம்ம பைக்கு ரொம்ப விலை மதிப்பான பொருள் தானே, அதெல்லாம் இன்னே வரைக்கும் எங்கேயும் போனது இல்லைல்ல. എന്തായി? ഒന്നും ആയില്ല. സിദ്ധു അവിടെ പാറമടയുടെ അവിടെ ഗേറ്റിന്റെ അവിടെ ഒക്കെ പോയി തപ്പി, ഒന്നും കിട്ടിയില്ല. പിന്നെ ആ പച്ച ഗേറ്റ് ഇല്ലേ, ആ പച്ച ഗേറ്റിന്റെ അവിടെ ഒരു മാമൻ നിന്ന് ആടിനെ തീറ്റിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മാമന്റെ അടുത്ത് വെച്ചപ്പോ പറഞ്ഞത് ഇങ്ങോട്ടാരും വരുന്നതും കണ്ടില്ല പോകുന്നതും കണ്ടില്ലെന്നാ. മാമൻ തീറ്റിക്കുന്നു? ആടിനെ പുല്ലിറ്റിക്കും. ആ പുള്ളി അപ്പൊ ഞാൻ മാങ്ങ കൊണ്ടുവരണ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അയാളായിരിക്കും ചിലപ്പോ മാങ്ങ എടുത്തോണ്ട് പോയത്. അയ്യോ എന്റെ ഗൗരി, കാണാതെ അങ്ങനെയൊന്നും പറയല്ലേ. സോറി അമ്മ, വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. അമ്മ അതിന് വെള്ളരി മാങ്ങി വരിക്ക് മാങ്ങി മാത്രമല്ല 10-18 മൂവാണ്ട് മാങ്ങ ഉണ്ടായിരുന്നു. ஐயோ நம்ம கேசுக்கு மாங்கானா ரொம்ப உசிறு. എനിക്കൊരു ഡൗട്ട്, ഇനി കേശു നമ്മളാരും കാണാതെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ ഇരുന്ന മാങ്ങ എടുത്തോണ്ട് പോയി വല്ല കാട്ടിന്റെ ഇടയിൽ ഇരുന്ന് തിന്നണാണെങ്കിലാ? അതിന് സാധ്യത കാണുന്നുണ്ട് ഇല്ലേ? തൊടുപുഴയ്ക്ക് പോയവൻ ഇവിടെ വന്ന് മാങ്ങ എടുത്തോണ്ട് പോയിരുന്ന് കാട്ടിന്റെ അകത്ത് നിന്ന് തിന്നണമെന്നാ എന്തോ നമ്മായി. തൊടുപുഴ പോയ കാര്യം ഞാൻ അറിഞ്ഞു. எதுவானாலும் இது ஒரு சின்ன விஷயம்னாலும் இது பெரிய விஷயம்தான், நம்ம நல்லா கவனிக்கணும். എന്നാലും അതല്ല, സാധനം മിസ്സാവുകയും ചെയ്ത് പക്ഷെ ആരും വന്നിട്ടുമില്ല. ഇതെങ്ങനെയെന്നുള്ളതാണ്. പക്ഷെ അമ്മായി മാങ്ങയും കൊണ്ട് വരുന്നത് ഞാൻ കണ്ടാന്നേ. ഇനിയിപ്പൊ എന്തായാലും കൊണ്ടുപോയി തിന്നട്ടെന്നേ. തിന്നണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കൊണ്ടുപോകുമ്പോ ചോദിച്ചിട്ട് കൊണ്ടുപോണ്ടേ? ഒന്നുമില്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന സാധനമല്ലേ, ചോദിച്ച് നമ്മൾ എടുത്തു കൊടുക്കൂലേ? ഇതൊരുമാതിരി ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകണമെന്ന് മര്യാദയാണ്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, നിങ്ങൾ എല്ലാരോടും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാതെ, മണി 3 ആഹാരം കഴിക്കണ്ടേ? അതിന് കറി റെഡി ആവട്ടെ. കറിയൊക്കെ എപ്പോഴേ റെഡിയായി. അപ്പൊ പിന്നെ ഈ ഇരുന്ന് അരിയണം എന്തിനാ? അത് നാളത്തേക്കിന് അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിരുന്ന ജോലി കുറയുമല്ലോ. அம்மா நான் அங்க போய் பெருக்கிட்டு வரேன், அதுக்கப்புறம் நான் சாப்பிடுறேன். കഴിച്ചിട്ട് പോയി പെറുക്കിയാ പോരായോ? வேணாம்மா, அப்படின்னா ஒரு மாதிரியா இருக்கும், ரொம்ப டயர்டா ஃபீல் பண்ணும். இப்ப நான் போய் பெருக்கிட்டு வரேன். എന്നാലും யார் എടുത്തിருப்பாங்க? എന്റെ സംശയം അതൊന്നുമല്ല. ഇവിടെ കുറെ പയ്യന്മാരെ മാങ്ങ എറിയാനും സപ്പോർട്ട പറിക്കാനും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അവന്മാരെങ്ങാനും വന്ന് ഈ ചക്കെടുത്തോണ്ട് പോയതായിരിക്കും. അതാവാ സാധ്യത ഉണ്ട്. പക്ഷെ എന്നാലും നമ്മള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആരുടെ വന്ന് ചൂട്ടിക്കൊണ്ട് പോണത്? സത്യം കഷ്ടമാണത്. ആശിച്ചു കൊണ്ടുവന്ന മാങ്ങയായിരുന്നു. അല്ലേ പോട്ടെ, മാങ്ങയല്ലേ. 10-18 മൂവാണ്ട മാങ്ങ ഉണ്ടായിരുന്നു. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. அம்மா அம்மா, லெச்சு, கௌரி, சித்து, அம்மா. നോക്കാം. அம்மா அம்மா, എന്താ എന്താ? கொஞ்சம் திரும்புங்க, ஏதோ ஒண்ணு மிஸ்ஸிங்ல. എന്തോന്ന്? கொஞ்சம் திரும்பி பாருங்கம்மா. അവിടെ എന്ത് മിസ്സിങ്? ஐயோ இங்க முழுசா திரும்புங்க. இங்க ஒரு சேர் இருந்ததுல. ഇവിടെ ചേറുണ്ടായിരുന്നു. ആ ഒരു ഇരുമ്പിന്റെ കസേര. ഞാൻ വന്നിരുന്ന ചേറ് എവിടെ? எனக்கு தெரியலப்பா. ചേറ് പോയോ? വെച്ചു ഇതേ അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. നമുക്ക് എന്താണല്ലോ ഇവിടെ CCTV വെക്കണം. ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അല്ല, ആ വീട്ടിൽ CCTV ഉണ്ട്, പക്ഷെ അവിടെ ആൾ താമസം. നിക്ക്, ഞാനും പറയാം. அம்மா சேர் எங்க போச்சு? എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാം?
ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേശുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആ വൈകുന്നേരം എത്തും. അപ്പുറത്തെ വീട്ടിലെ CCTV കംപ്ലൈന്റ് ആയതാണ് ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ. അവിടെ ആളില്ലാത്തത് ഭയങ്കര പ്രശ്നമാണ്. ഞാനേ ഈ പ്രദേശത്തൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചായിരുന്നു വേറെ വീടുകളിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ. പക്ഷേ ഇതുപോലത്തെ സംഭവം വേറെ ഒരിടത്തും നടന്നിട്ടില്ല. പക്ഷേ ഒരിടത്ത് മോഷണം നടന്നിട്ടുണ്ട്. എവിടെ? അതിവിടെ അടുത്തുള്ളൊരു വീട്ടിലാ. അവിടെ ഒരു കിണ്ടി മോഷണം പോയി. കിണ്ടിയാ? ആ കിണ്ടി. എന്നിട്ട് 2-3 ദിവസം എടുത്ത് അവസാനം കള്ളനെ അവര് പൊക്കി. ആര്? ആ വീട്ടിലെ ഗൃഹനാഥൻ. അയാൾ എന്തിനാ എടുത്തേ? അത് വിറ്റ് കാശ് ആക്കിയിട്ട് പിന്നെ കള്ളുപിടിക്കാനായിരിക്കണമല്ലോ. അപ്പൊ ആ ഗ്രഹനാഥനായിരിക്കും നമ്മുടെ ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തത്. ഏയ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എടുത്തത് പുള്ളിയാവാൻ സാധ്യതയില്ല. കാരണം പുള്ളിയുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. വീട്ടുകൊള്ളാൻ എന്തായാലും ഇവിടെ ഒരു CCTV വെക്കണം. വെക്കണം 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 വെക്കണം. നീ വെക്കണം. ആ അമ്മൂമ്മ വെക്കണം. ഞാൻ വെക്കണം, നീ വെക്കണം. ഞാൻ എന്തിനാ വെക്കണം? ആദ്യം ഒരു കാര്യം അമ്മൂമ്മ ആദ്യം വെക്കും, എന്നിട്ട് ഞാൻ വെക്കാം. നീ അങ്ങ് വെച്ചാ മതി. അതെ 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 അതെ, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. CCTV ഞാൻ വെച്ചോളാം. വെറുതെ ചുമ്മാ ഒരു കാര്യമില്ല വഴക്കിന് പോവാ അങ്ങോട്ട്. അളിയാ, ക്യാമറ വെക്കുന്നതിന് മുമ്പ് അവനെ കൈയോടെ പിടിക്കണം. അതാണ് നമ്മുടെ സ്റ്റൈൽ. நானும் அதான் யோசிக்கிறேன். நம்ம வெளியில இருந்து உள்ள வந்து வெளியில போறதுக்குள்ள நம்ம பொருளை எடுத்துட்டு போயிட்டான் அப்படின்னா அவன் பொருளை மட்டும் எடுக்கணும்னு நினைச்சிட்டு வரலம்மா. அவன் நம்மளை கஷ்டப்படுத்தணும்னே நினைச்சிட்டு வந்திருப்பான். അയ്യോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ബുദ്ധിപരമായിട്ടൊരു കാര്യം പറഞ്ഞു. அம்மா, நான் இந்த மாதிரி நிறைய விஷயம் நல்ல மூளையோட சொல்லியிருக்கேன். നിന്റെ മോളെ കുറിച്ചൊന്നും ആരോടും പറയാൻ നിക്കല്ലേ. அதென்னம்மா நீங்க அப்படி ஒரு பேச்சு? நான் நிறைய வாட்டி அப்படி சொல்லியிருக்கேன்ல. நீங்க தான் மண்டத்தரெல்லாம் சொல்லுவீங்க. ഞാൻ മണ്ടത്തരം പറയുന്നത്? ഞാനേ ചോനറത്തല കുടുംബത്തിൽ ജനിച്ചവളാണ്. എനിക്ക് നല്ല മൂളയും ബുദ്ധിയുണ്ട്. நான் வந்து மதுரைக்காரி. எனக்கும் ரொம்ப மூளை இருக்கு. രണ്ടും കൂടെ നിർത്തുന്നുണ്ടോ? രണ്ടുപേർക്ക് ആശുപത്രി കൊണ്ടൊരു മണ്ടത്തരം ഉണ്ട്. സത്യം, ആ കൊച്ചിന്റെ അത്ര പോലും വിവരം നിങ്ങൾക്കില്ലല്ലോ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടോ, വീട്ടിലെ സാധനങ്ങൾ ഇപ്പൊ കാണാനില്ല. അതിന്റെ ഇടയ്ക്കാണ് മധുര ബുദ്ധി, ചോരനോത്തല ബുദ്ധി എന്നൊക്കെ അല്ല പറഞ്ഞ കൂടിപ്പോവും. സിദ്ധു, നീ എന്താ ആലോചിക്കണേ? ഞാനേ വേറൊരു കാര്യം ആലോചിച്ചാ. എന്താണ്? എന്തെങ്കിലും ക്ലൂ ആണ്? കുറെ തവണ വിളിച്ചു. മാമൻ വിളിച്ചു, മാമ വിളിച്ചു, അച്ഛൻ വിളിച്ചു. 18-ാം തീയതിയാണോ 19-ാം തീയതിയാണോ ഇപ്പൊ ഡൗട്ട്. എന്തെന്ന്? ഒരു കല്യാണത്തിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതെന്റെ വാലിരിക്കുന്ന കേൾക്കരുത് കേട്ടാ. ഇവിടെ ആരാണ്ടൊക്കെ ചേർന്ന് വീട് അടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് എന്റെ കുഞ്ഞമ്മയുടെ നൂലുകെട്ട്. നൂലുകെട്ടല്ല, കല്യാണം. இது பாருங்களேன், எனக்கு ஒருத்தர டவுட் இருக்கு. ആര്? இந்த மாதிரி திருட்டு வேலையெல்லாம் செய்யணும்னா அது நம்ம பாசி அண்ணா இருக்கும். அவர்தான் இந்த மாதிரி வேலையெல்லாம் செய்வாரு. பாவமா நம்மளுக்கு தோணும், ஆனாலும் செய்வாரு. ഇത് പറഞ്ഞപ്പോഴാ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ ബാസ്യങ്ങളെ ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോഴേ എന്റെ അടുത്ത് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നത്. നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചീത്തയൊക്കെ പറഞ്ഞു. ആഴൊക്കെ കുടുംബമാണ്, ഒന്നിനും കൊള്ളത്തില്ല, സ്നേഹമില്ല, നന്ദിയില്ലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നണേ ഇങ്ങനത്തെ പരിപാടി മിക്കവാറും ചെയ്യുന്നത് ബാസ്യങ്ങൾ തന്നെയായിരിക്കും. എന്റെ അടുത്ത് ലാസ്റ്റ് ഡയലോഗും അടിച്ച് നിങ്ങളൊക്കെ കരഞ്ഞോണ്ട് ബാസിന്റെ മുമ്പിൽ വന്ന് നിൽക്കൂന്ന്. അപ്പൊ ഇതവൻ തന്നെ. അയ്യോ, അമ്മൂമ്മ കരയാൻ എല്ലാരും ഓടുവാ. എന്താക്കളെ? എന്താ എന്താ കാണുന്നില്ല. എന്തോന്ന്? എന്റെ സൈക്കിളും ഇവിടെ സൈക്കിളും ഒന്നും കാണുന്നില്ല. പോയോ? ஐயோ, ചേട്ടാ ഇതെന്തൊരു കഷ്ടമാണ്. ഇവിടെയുള്ള ഒരു സാധനം കാണാനില്ലല്ലോ. കസേര പോയി, സൈക്കിള് പോയി, ചെടിച്ചട്ടി പോയി. നീ നിന്റെ സൈക്കിളോട് വെച്ചായിരുന്നാ? ആ, അപ്പൊ അതും പോയി. ഇതങ്ങനെ വിട്ടുകളാൻ പറ്റത്തില്ല. നമ്മുടെ വീട് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് വന്ന് മോഷ്ടിക്കുക. ഇത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. അതെ, വിളി പോലീസിനെ വിളി. ആ, അമ്മായി ഒരു കാര്യം ചെയ്യ്, പോലീസിനെ വിളിക്ക്. ഞാനേ എന്റെ വഴി നോക്കിക്കോളാം.
എന്റെ വഴി നോക്കിക്കോളാം. സിദ്ധു ഇതെന്തൊരു കഷ്ടമാ എന്റെ ദേവി. ஐயோ மதுரை மீனாட்சி அம்மா காப்பாத்துங்க. പാറുവേ, നീ ഇവിടെ കളിച്ചോണ്ടിരുന്നപ്പം ആരെങ്കിലും പുറത്തു നിൽക്കണോണ്ടാ? ഇല്ല ഇപ്പം കണ്ടാന്നല്ല, നീ കളിച്ചോണ്ട് നിന്നപ്പോ കണ്ടാ? ഇല്ല. നമ്മൾ സൂക്ഷിക്കണം. ഇനി എന്തോന്ന് സൂക്ഷിക്കാനാ? ഉള്ളതൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമല്ലയോ? എന്റെ സിദ്ധു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വയലൻസ് ഒന്നിനൊരു പരിഹാരമല്ലെന്ന്. പിന്നെ എത്രയെന്ന് പറയാൻ നമ്മൾ ക്ഷമിക്കുക? ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? സിദ്ധുവേ, ഒന്ന് കൂളാവ്. ഈ ശൂന്യതയോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. ആരോട്? അല്ല, ആളറിയാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന്. എന്തായാലും പോവാനുള്ള സാധനങ്ങളൊക്കെ പോയി. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ? അമ്മായി, ആദ്യം മാങ്ങ പോയി, പിന്നെ ചേറ് പോയി, പിന്നെ സൈക്കിള് പോയി. ഇനിയിപ്പോ ഞാൻ അകത്തോട്ട് പോയിട്ട് വരുന്ന ഗ്യാപ്പിൽ ലെറ്റൂസിനെ ആരെങ്കിലും മോഷിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? സിദ്ധുവിന്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സിദ്ധുവിന്റെ മസിൽ പവർ അല്ല ആവശ്യം, എന്റെ ബുദ്ധിയാണ് ആവശ്യം. എന്റെ ബുദ്ധിയിൽ പറയുന്നത് ഇപ്പൊ നമ്മൾ അവനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇനി നടന്നില്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം. അമ്മായി, ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ? അങ്ങനെയല്ല സിദ്ധു, എന്റെ ബുദ്ധി പറയുന്നത് എന്താണെന്നറിയോ? ആരോ നമ്മളടുത്ത് കുട്ടിക്കളി കളിക്കണം എന്നാണ്. കുട്ടികളി? വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കുട്ടികളി അല്ല, എനിക്കത് തോന്നുന്നു, എന്റെ ബുദ്ധി അത് പറയുന്നു. എന്താണ്? ഞാനൊരു കാര്യം പറയാം, അവനെ എന്റെ കൈ കിട്ടിയ താഴെ അടിച്ചു കുളിക്കും. സിദ്ധു, വയലൻസ് പറ്റില്ല. പറ്റണം. അതിവിടെ അനുവദിക്കൂല. അല്ല, നമുക്ക് അകത്ത് പോയിട്ട് സമാധാനപരമായി ഇരുന്ന് ആലോചിക്കാം. ഇനി എന്തോന്ന് ആലോചിക്കാൻ വേണ്ടിട്ടാ നമ്മൾ അകത്തോട്ട് കയറിയിരുന്ന് ആലോചിക്കുമ്പോഴേക്കുണ്ടല്ലോ, ദാ ഊഞ്ഞാലും പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആലോചിക്കുമ്പോഴേക്കും ഈ കസേരകളൊക്കെ പോകും. അങ്ങനെ ആലോചിക്കണോ ഇനി? சித்து, நான் சொல்றது கொஞ்சம் கேளு. நம்ம யாருக்கும் இன்னை வரைக்கும் துரோகம் ஒன்றும் செஞ்சது இல்லைல்ல, அதனால நம்ம பொருள் எல்லாம் எங்கேயும் போகாது. எவ்வளோ விஷயம் நம்ம இங்க நடக்கிறது பார்த்துருக்கோம். அதனால கொஞ்சம் அமைதியா இரு. അത് തന്നെ മോനെ, കനകം പറഞ്ഞതാ അതിന്റെ ശരി. സമാധാനമായിട്ട് നമുക്ക് ആലോചിക്കാം. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പറ കൊച്ചേ. നമുക്ക് വേഷം മാറിയിട്ട് അവിടെ എവിടെങ്കിലും പോയി നിക്കാം. അതാകുമ്പോ കള്ളം വരുമ്പോ നമുക്ക് കൈയോടെ പിടിക്കാം. വേഷം മാറുമ്പോ ഞാൻ വെറുതെ വരും. ഓ, ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. വേഷം മാറി ചെന്ന് നിൽക്കാൻ പറ്റിയ സമയം. അതെ, എല്ലാരും അകത്തേക്കോ, നമുക്ക് അകത്തിരുന്ന് ആലോചിക്കാം. കേറി പോ കൊച്ചേ, അല്ലെങ്കിൽ നിന്നെ അടുത്ത കട്ടോണ്ട് പോവും. അധികം നേരം ഇവിടെ നിക്കണ്ട. പിന്നെ എന്നെ ആയിരിക്കില്ല, നിന്നെ ആയിരിക്കും ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോണത്. ആരെയും കാണാനില്ലല്ലോ. വീടും പൂട്ടിട്ട് എല്ലാം പേടിച്ചോടിയ. ഷിബുവിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നെ ദ്രോഹിച്ചാ ഞാനും ദ്രോഹിക്കും തിരിച്ച്. സോറി, ഐ ആം ഇൻഫ്ലേമബിൾ, ഹൈലി ഇൻഫ്ലേമബിൾ. ആരുമില്ല. ഇനി എന്തടിച്ചു മാറ്റും? ഊഞ്ഞാലിനെ തൂക്കിയല്ല, വേണ്ട, കൊണ്ടുപോകാൻ പറ്റില്ല. തടൂടി. ഇതെന്താ പാഴ്സല? അപ്പൊ ഞാൻ അടിച്ചു മാറ്റിയൊന്നും ഈ മണ്ടന്മാരെ അറിഞ്ഞില്ലേ? എന്തായാലും ഇത് തൂക്കാം, എല്ലാം പ്രാന്തെടുത്ത് ഓടട്ടെ. ഇനി ഇത് ശിവാനിക്ക് വല്ലതും വന്നതാണോ? ശിവാനി മോളെ, ചേട്ടനോട് ക്ഷമിക്കണേ, ചേട്ടൻ ഇത് എടുക്കണേ.
ആ പെട്ടിയെടുത്ത് അനങ്ങുന്നുണ്ട്. എന്താ സൗണ്ട്? ഞെക്കട്ടെ ഞെക്ക് ഞെക്കട്ടെ. അയ്യോ! പൊട്ടി! അയ്യോ! മഴവില്ല് പൊട്ടി! അയ്യോ! അയ്യോ! ആരെങ്കിലും ഓടി വരണേ! അയ്യോ! പൊട്ടി! ലോട്ടറി ചേട്ടാ, ലോട്ടറി വേണോ ചേട്ടാ? ലോട്ടറി 1 കോടി ചേട്ടാ, ഷിബു 1 കോടി. എണീക്കടാ. ലോട്ടറി എടുത്തോട്ടെ, ലോട്ടറി 1 കോടി രൂപ ലോട്ടറി എടുക്കട്ടാ. ലോട്ടറി കൈകാലില്ലാത്തവരാണ് ലോട്ടറി എടുക്കണേട്ടാ, പ്ലീസ്. എന്തോ ഇത്? ഒരു ലോട്ടറിക്കാരൻ ഈ വഴി പോന്നുണ്ടായിരുന്നു. അതെ, പൊട്ടിയിട്ട് എങ്ങനെ ഉണ്ട്? ഓഹോ, അപ്പൊ നിങ്ങളെല്ലാരും കൂടെ ചെയ്ത പരിപാടിയാണല്ലേ, ദുഷ്ട കൂട്ടങ്ങള്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാ പിന്നെ ശിവാനിക്കാരുണ്ട്, അല്ല പിന്നെ എനിക്കാരുണ്ട്. ഞാൻ ഒരു തമാശ കാണിച്ച് അതിന് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു മൂർഖം പാമ്പിനെയാണ് നിങ്ങൾ കളർ അടിച്ചു വിട്ടത്. ചിരിക്കുന്ന പിന്നെയും ചിരിക്കുന്ന. ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും മിണ്ടൂല ഇനി. നിങ്ങളുടെ ദൈവം ചോദിക്കും, നോക്കിയോ. ബ്രോ നിനക്കേ 1 മണിക്കൂർ സമയം തരും. 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയ സാധനങ്ങൾ തിരിച്ചു വെച്ചില്ല എങ്കിൽ വച്ചില്ലെങ്കിൽ നിന്റെ കടയിലിട്ട് ഇതുപോലെ പൊട്ടി. ഞങ്ങളുടെ സ്വഭാവം അറിയാലോ, നിന്നെക്കാളും സൈക്കോസ് ആണ്. അതുകൊണ്ട് വെറുതെ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഞാൻ കൊണ്ടുവന്ന് തരാം. ഇങ്ങനെ ഉണ്ടാ ആർത്തി കൂട്ടങ്ങള്. നോക്കിയോ, ഞാൻ ഒരു വരവും കൂടെ വരുന്നുണ്ട്. ലോട്ടറി 1 കോടി ലോട്ടറി